ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, നമ്മൾ നേരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാം. കാരണം ഇതുവഴി നമ്മുടെ പല കാര്യങ്ങളും പല രഹസ്യങ്ങളും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ ഇതുവഴി പുറത്താവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ 2 തവണയെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈലിൽ നമ്മുടെ പല സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിലുള്ള ഗാലറിയിലാണെങ്കിലും അല്ലെങ്കിൽ കോൺടാക്ട്സ് ആണെങ്കിലും, അതുപോലെ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് പലതും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുവഴി നമ്മളുടെ പല കാര്യങ്ങളും പുറത്തെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പല പെർമിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ആ സെറ്റിംഗ്സ് ഒന്ന് കയറി വെക്കാം. ആ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ആ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ള 2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 അഡീഷണൽ ഓപ്ഷൻസ് കൂടി ഇവിടെ വരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പെർമിഷൻ മാനേജറും ഒന്ന് പ്രൈവസി ഡാഷ്ബോർഡും. ഇവിടെ പെർമിഷൻ മാനേജർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സാധാരണ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് മറന്നുപോകും. കാരണം നമ്മൾ ആ സമയത്ത് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ചില പെർമിഷൻസ് ഉണ്ട്. ഈ പെർമിഷൻസ് നമ്മുടെ ക്യാമറയും ഗാലറിയും കാര്യങ്ങളും ഒക്കെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കലണ്ടർ ഇവിടെ കണ്ടില്ലേ, അതുപോലെ തന്നെ ക്യാമറയിൽ കണ്ടില്ലേ, ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നമ്മളെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, കോൺടാക്ട്സ് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ രഹസ്യങ്ങളും ഒക്കെ നമ്മുടെ ക്യാമറയൊക്കെ ഓൺ ആയിട്ട് നമ്മുടെ പല കാര്യങ്ങളും പുറത്തേക്ക് എത്തിപ്പോകും. അപ്പൊ അത് അറിയാതിരിക്കാൻ വേണ്ടി പല ആപ്ലിക്കേഷൻസിനും നമുക്ക് പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കണ്ടില്ല, അലൗഡ് ഓൺലി വൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യത്തേക്ക് മാത്രം കൊടുത്ത് പിന്നെ നമ്മൾ മറന്നു പോവുക ചെയ്യുന്നത്. അപ്പൊ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കി നോക്കാം. ഇവിടെ കണ്ടില്ല, ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറേന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും താഴെ കാണുന്ന ഡോണ്ട് അലൗ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണില്ല, അതിലേക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഒരു ക്യാമറേന്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ദി സ്പോട്ടിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ഡോണ്ട് അലൗ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും.